എനിക്ക് പറയാനുള്ളത് നമ്മൾ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. സോ നമുക്ക് 4 സബ്ജക്ട്സ് ഉണ്ട്. അപ്പം 4 സബ്ജക്ട്സ് നോർമലി ഞാൻ ചെയ്തത് എനിക്ക് ഫിസിക്സ് ഏറ്റവും ഇഷ്ടം. ഫിസിക്സ് എഴുതി തുടങ്ങും ഒരു മൊമെന്റം കിട്ടാൻ വേണ്ടിയിട്ട്. ഫിസിക്സ് എഴുതി തുടങ്ങും, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി പോവും, ബയോളജി പോവും, എന്നിട്ട് മാത്സിലോട്ട് പോകും. അപ്പോൾ അതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു, കാരണം ഫിസിക്സിന് ഞാൻ മുഴുകി പോകും. അപ്പോൾ ലോട്ട് ഓഫ് ടൈം ഫിസിക്സ് ഹീറ്റപ്പ് ചെയ്യും. എന്നിട്ട് കെമിസ്ട്രി റഷ് ത്രൂ വേണ്ടി വരും. കെമിസ്ട്രി വളരെ മാർക്ക് കിട്ടുന്ന സബ്ജക്റ്റ്, പക്ഷെ നെഗറ്റീവ് അടിക്കാൻ നല്ല ചാൻസ് ഉള്ള സബ്ജക്റ്റാണ്. അങ്ങനെ ബയോളജിയിൽ എത്തുമ്പോഴേക്കും ഓൾമോസ്റ്റ് ടൈം കഴിയാനായി കാണും. പിന്നെ ബയോളജിയിലേക്ക് ഒരു ഭദ്രപ്പാട് അതും കൂടെ ചെയ്യുമ്പോൾ കുറെ നെഗറ്റീവ് മാർക്ക് വാങ്ങിക്കൊണ്ടൊരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തില് നിങ്ങൾ ലൈക്ക് പ്രോപ്പർലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട് കെമിസ്ട്രി, ഞാൻ ലാസ്റ്റിലോട്ട് തിരുത്തിയൊരു മിസ്റ്റേക്ക് ആണ്, കെമിസ്ട്രിന്ന് അറ്റൻഡ് ചെയ്ത് തുടങ്ങി. കാരണം കെമിസ്ട്രി ഈസ് ഒരു ന്യൂട്രൽ സബ്ജക്റ്റാണ്, ചെയ്യാൻ എളുപ്പമാണ്, സ്റ്റിൽ എന്താണ് മാർക്ക് കിട്ടുന്ന ഒരു സബ്ജക്റ്റുമാണ്. ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എൻ്റെ അഭിപ്രായത്തിൽ കെമിസ്ട്രിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ പോവാം. കാരണം ഈ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നമ്മൾ ടൈം അലോട്ട് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു സ്ട്രാറ്റജി നമുക്ക് അത് വളരെ സബ്ജക്റ്റീവ് ആണ്. അതുകൊണ്ട് എല്ലാവരും ആ ഒരു ഇത് മൈൻഡ് വെക്കണം. ഏത് സബ്ജക്ട് ഞാൻ കൂടുതൽ ടൈം അലോട്ട് ചെയ്യുമ്പോഴാണ് എന്റെ മാർക്ക് കൂടുന്നതെന്ന്. അതാണ് പ്രഭു പറഞ്ഞ പോലെ പോസ്റ്റ് എക്സാം അനാലിസിസിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് നമ്മുടെ ടൈം അലോട്ട്മെന്റ് ആൻഡ് മാർക്ക് റിട്ടേൺ കിട്ടുന്നത്.